السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. എൻ്റെ ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിധികർത്താക്കളെ, ഈ പരിപാടിയെ ഒരുക്കാൻ കാരണമായ, അതിൽ സ്പർദ്ധിക്കാൻ ശ്രേഷ്ഠ മനസ്സിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇസ്തിഫാദ 5th എഡിഷൻ എന്ന ഈ സുന്ദരമായ വേദിയിൽ മാതാപിതാക്കൾക്കുള്ള മര്യാദകൾ, മാതാപിതാക്കൾക്ക് നാം കൊടുക്കേണ്ട മര്യാദകൾ എന്ന വിഷയത്തെക്കുറിച്ച് 1-2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ കരയിച്ചാൽ വളരെ വേദനിക്കേണ്ടവരും പാലത്രിക ലോകം ഖേദമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളവരാണ് മാതാപിതാക്കൾ. നമ്മെ 9 മാസക്കാലം ഗർഭം ധരിച്ച് ശേഷം പ്രസവിച്ചവരാണ് ഉമ്മ. അതിനുശേഷം 2 വയസ്സുവരെ പാലൂട്ടി വളർത്തി നമ്മെ പോറ്റുന്ന കാലം അത്രയും അവർ പ്രയാസം സഹിക്കുകയും നമ്മോട് കരുണ കാണിക്കുകയും ചെയ്തു. പിതാവ് നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങൾക്കും നിറവേറ്റി തന്നു. നമ്മുടെ ഭക്ഷണത്തിനും വേണ്ടി, വസ്ത്രത്തിനും വേണ്ടി, എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നാട്ടിലും മറുനാട്ടിലും എല്ലുമുറിയെ പണിയെടുത്തവരാണ് നമ്മുടെ പിതാവ്. നമുക്ക് ഏറ്റവും കൂടുതൽ കടമകളും കടപ്പാടുകളുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ. പക്ഷേ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ്. ഇഹ്സാൻ മാതാപിതാക്കൾക്കാണ്. ഉപ്പയും ഉമ്മയും ഒരുപോലെയാണ്. ഇസ്രാ സൂറത്തിലെ 23-ാം ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് വസിയത്ത് ചെയ്യുകയാണ്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഈ ആയത്തിൽ പറയുന്നതായി കാണാം, നീ നിന്റെ മാതാപിതാക്കളെ ചേ എന്നൊരു വാക്ക് പോലും പറയരുത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിൽ ഞാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്? ഈ ദുനിയാവിൽ ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്നായി പെരുമാറേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, ഉമ്മുക്ക് 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 എന്ന് 3 തവണ പറഞ്ഞ് 4ാമത്തെ ചോദ്യത്തിന് പ്രവാചകൻ മറുപടി പറയുകയാണ്, അബൂക്ക്, നിന്റെ വാപ്പയാണ്. 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും നിന്റെ മാതാപിതാക്കൾക്കാണ് എന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രഭാഗങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിനെ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.